Today we are to study about the pest resistant plant. Pest resistant plant is the application of biotechnology. Due to using this pest resistant plant, the use of pesticides is very low. അതായത് ഈ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ബയോടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് പെസ്റ്റിസൈഡിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിന് എക്സാമ്പിൾ ആണ് BT cotton. You have to heard about BT brinjal, BT cotton etc. നിങ്ങൾ BT കോട്ടനെ പറ്റി BT ബ്രിഞ്ചാളിനെ പറ്റിയൊക്കെ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ BT കോട്ടൺ BT ബ്രിഞ്ചാളൊക്കെ ഇപ്പം ബാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്താണ് നിങ്ങളിപ്പോൾ പേപ്പറിൽ കാണുന്ന BT കോട്ടണെന്നോ BT ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ BT കോട്ടൺ എന്ന് പറഞ്ഞാലും BT ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞാലും ഒരു പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ് ആണ്. ഈ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റിനെ നമ്മൾ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത്? അതായത് Bacillus thuringiensis is a soil bacterium. Bacillus thuringiensis എന്ന് പറയുന്നത് ഒരു സോയിൽ ബാക്ടീരിയമാണ്. ഈ ബാക്ടീരിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിനാണ് BT ടോക്സിൻ. ഈ BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ആ ബാക്ടീരിയയുടെ ബോഡിയിൽ ഒരു ക്രൈജീൻ ഉണ്ട്. ഈ ക്രൈജീൻ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു ഡിസഡ്വാൻറ്റേജസിനകത്ത്. അന്നേരം Bacillus thuringiensis is a soil bacterium. It contains a specialized, it produces a specialized protein called BT toxin, and this toxin is produced from a gene called crygene. മനസ്സിലായല്ലോ? അന്നേരം ഈ ക്രൈജീനെ ഈ ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുകയും ആ ക്രൈജീനെ കോട്ടൺ പ്ലാന്റിലോ അല്ലെങ്കിൽ ബ്രിഞ്ചാൾ എന്ന് പറയുന്ന പ്ലാന്റിലോ, നമുക്ക് ഇവിടെ കോട്ടൺ പ്ലാന്റിൻ്റെ ബയോടെക്നോളജിയിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. ഇതിൻ്റെ DNA എടുത്ത് അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ BT കോട്ടണ് ഈ ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന സോയിൽ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ BT ടോക്സിനെ എല്ലാ ഇൻസെക്റ്റുകളെയും നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ബയോ പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കാം. ഒന്നുകൂടെ പറയാം. ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന സോയിലിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിനാണ് BT ടോക്സിന്. ഈ BT ടോക്സിൻ എന്ന് പറഞ്ഞൊരു വിഷാംശം. ഈ BT ടോക്സിന് ഇൻസെക്റ്റുകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടായതുകൊണ്ട് അതിനെ ബയോ പെസ്റ്റിസൈഡ് എന്ന് പറയാം. ഇനി ഈ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായ ജീനാണ് ക്രൈജീൻ. നമ്മുടെ ബയോടെക്നോളജിയിലൂടെ ഈ ക്രൈജീൻ ഈ ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുകയും കോട്ടൺ പ്ലാന്റിന് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ ആ കോട്ടൺ പ്ലാന്റിന് ഈ ടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയും ഇതിനെ ആക്രമിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ BT കോട്ടൺ എന്ന് വിളിക്കുന്നത്. സാധാരണ നോർമലായിട്ടുള്ള ഒരു കോട്ടൺ പ്ലാന്റിനകത്തോട്ട് നമ്മൾ ഈ ജീൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോട്ടൺ പ്ലാന്റിനെ ഈ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ അതിനെ ആക്രമിക്കുന്ന കീടങ്ങളെയൊക്കെ ചെടി തന്നെ നശിപ്പിക്കുന്നു. പിന്നെ വേറൊരു പ്രത്യേകത, ഈ BT ടോക്സിൻ നോർമൽ കേസിൽ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് അതിനെ പ്രോടോക്സിൻ എന്ന് വിളിക്കുന്നു. അന്നേരം നോർമൽ കേസിൽ BT ടോക്സിൻ ഈസ് നോട്ട് active. That means it is an inactive form. So the inactive form of this toxin is called protoxin. അന്നേരം നോർമൽ കേസിൽ ഈ BT ടോക്സിൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആണ്. അതുകൊണ്ട് അതിനെ പ്രോടോക്സിൻ എന്ന് വിളിക്കാം. എന്നിട്ട് ഈ BT ടോക്സിന് ഈ ചെടിക്ക്, എന്നിട്ട് നമുക്ക് ഈ ചെടിക്ക് ഇപ്പം BT കോട്ടണ് BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അന്നേരം ഇതിനെ ഏതെങ്കിലും കീടങ്ങൾ വന്ന് ആക്രമിക്കുമ്പോൾ, ഇൻസെക്റ്റ് വന്ന് ആക്രമിക്കുമ്പോൾ, ഇതിൻ്റെ സീഡോ ലീഫോ എന്തെങ്കിലും ഭക്ഷിക്കുമ്പോൾ ഈ ഇൻസെക്റ്റിൻ്റെ ബോഡിയിലോട്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ടോക്സിൻ ചെല്ലുന്നു. ആ ടോക്സിൻ അന്നേരം പ്രോടോക്സിനായിട്ടായിരിക്കും ചെല്ലുന്നത്. ആ ഇൻസെക്റ്റിന്റെ ബോഡിയിൽ ചെന്നിട്ട് ആ ഇൻസെക്റ്റിന്റെ ബോഡിയിലുള്ള ഗട്ടിനകത്തുള്ള, ഗട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ, അതിനകത്തുള്ള ആൽക്കലൈൻ pHന്റെയും
ഡൈജസ്റ്റീവ് എൻസൈമിന്റെയും പ്രസൻസിൽ ഈ ടോസിൻ ആക്റ്റീവായിട്ട് മാറുന്നു. അന്നേരം ഈ BT ടോസിൻ എന്ന് പറയുന്നത് നോർമൽ കേസിൽ അത് ഇനാക്റ്റീവ് ആണ്, അതിനെയാണ് പ്രോട്ടോസിൻ എന്ന് വിളിക്കുന്നത്. അന്നേരം ഈ ചെടിയെ ഏതെങ്കിലും കീടങ്ങൾ ആക്രമിക്കുമ്പോൾ ആ കീടങ്ങളുടെ ബോഡിയിലോട്ട് ഈ ചെടിയുടെ സീഡോ അല്ലെങ്കിൽ ലീഫോ എന്തെങ്കിലും ചെല്ലുമ്പോൾ ആ ചെടിക്കകത്തിരിക്കുന്ന ടോസിന് ആൽക്കലൈൻ pHന്റെയും ഡൈജസ്റ്റീവ് എൻസൈമിന്റെയും പ്രസൻസിൽ ആക്റ്റീവ് ആവുന്നു. അങ്ങനെ പിന്നെ ഈ പ്രോട്ടോസിൻ എന്നുള്ളത് ആക്റ്റീവ് ടോസിനായിട്ട് മാറുന്നു. എന്നിട്ട് ആ കീടത്തിന്റെ ബോഡിയിലെ എപ്പിത്തീലിയൽ സെല്ലിനകത്ത്, അതായത് ഗട്ടിനകത്തൊക്കെയുള്ള അലിമെന്ററി കനാലിലുള്ള എപ്പിത്തീലിയൽ സെല്ലിനകത്ത് ചെറിയ ചെറിയ പോഴ്സ് ഉണ്ടാവുകയും അതിന് പ്രോട്ടീൻ, ആ ഇൻസെക്റ്റിന് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റാതെ വരികയും അങ്ങനെ ആ ഇൻസെക്റ്റ് ഡൈ ആയി പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെടി തന്നെ ചെടിയെ ആക്രമിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കുന്നു. അതാണ് ഈ ചെടിയുടെ പ്രത്യേകത. ഒന്നുകൂടെ പറയാം. പിന്നെ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റിന് എക്സാമ്പിൾ ആണ് BT കോട്ടൺ. ഡ്യൂ ടു ദ യൂസ് ഓഫ് പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ് ഈസ് വെരി ലോ. നമ്മുടെ പെസ്റ്റിസൈഡിനെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡിക്രീസസ്, ഇതിന്റെ പെസ്റ്റിസൈഡിന്റെ ഉപയോഗം എന്ന് പറയുന്നത് കുറഞ്ഞു വരാം. ഇനി ബാസിലസ് തുറിഞ്ചിയൻസിസ് ഈസ് എ സോയിൽ ബാക്ടീരിയ. It produces a toxin called BT toxin. In normal cases, this toxin is in inactive form called protoxin. This toxin is produced by a gene called crygene. And this BT toxin is a biopesticide. It can kill insects or pests. Then the gene for the production of BT toxin, that is crygene, is isolated from the bacteria and it is then inserted into the cotton plant. Then the cotton plant produces BT toxin, so it is called a BT cotton plant. BT means Bacillus thuringiensis. Then the insect attack the BT cotton plant. The seeds or leaves are enter into the insect's body, insect's gut, and then the insect produces the BT toxin. And this inactive toxin is active due to the presence of alkaline pH and digestive enzyme present in the gut of the insect. As a result, what happened? The insect ആ സീഡ് അഥവാ ആ പിന്നെ അതിൻ്റെ ലീവ്സ് ഒക്കെ ഭക്ഷിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ പിന്നെ ചെറിയ ചെറിയ ഹോൾസ് എപ്പിത്തീലിയൽ സെൽസിൽ ഉണ്ടാവുകയും ഇതിന് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരികയും അങ്ങനെ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാതെ വന്ന ഇൻസെക്റ്റ് ഡൈ ആയി പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ചെടിക്ക് ഇങ്ങനെയുള്ളതിനെയാണ് പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്രൈജീനുകൾ? ക്രൈ ഫസ്റ്റ് AC, ക്രൈ ഫസ്റ്റ് AB, ക്രൈ തേർഡ് AB, ക്രൈ സെക്കൻഡ് AB, ക്രൈ തേർഡ് BB. Cry first AC, cry first AB, cry third AB, cry second AB and cry third BB. ഇനി ഈ ചില പ്രത്യേക തരം ഏതൊക്കെ കീടങ്ങളെയാണ് ഈ ടോക്സിൻ നശിപ്പിക്കുന്നത്? അതായത് ലെപ്പിഡോപ്റ്റീറൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആർമി വേമിനെയും ടൊബാക്കോ ബഡ് വേമിനെയും നശിപ്പിക്കും. കോളിയോപ്റ്റീറൻസിൽപ്പെട്ട ബീറ്റിൽസിനെ വെട്ടിലിനെ നശിപ്പിക്കുന്നു. അതുപോലെ ഡിപ്റ്റീറൻസിൽപ്പെട്ട ഫ്ലൈസിനെയും മസ്കിറ്റോസിനെയും നശിപ്പിക്കുന്നു. ലെപ്പിഡോപ്റ്റീറൻസിൽപ്പെട്ട ആർമി വേമ, ടൊബാക്കോ ബഡ് വേമ, കോളിയോപ്റ്റീറൻസിൽപ്പെട്ട ബീറ്റില്, ഡിപ്റ്റീറൻസിൽപ്പെട്ട ഫ്ലൈസ്, മസ്കിറ്റോ തുടങ്ങിയവ ഇത് നശിപ്പിക്കുന്നു. ഇതാണ് BT കോട്ടന്റെ പ്രത്യേകത. ബാസിലസ് തുറിഞ്ചിയൻസിസ് ഈ ബാക്ടീരിയയുടെ ബോഡിയിൽ നിന്ന് ജീൻ എടുക്കുന്നു, അത് ചെടിക്ക് കൊടുക്കുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഒരു പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സിനെ തന്നെയാണ്, പക്ഷെ വേറൊരു മെക്കാനിസമാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു നിമറ്റോഡൊക്കെ നിങ്ങൾ സുവോളജി പഠിച്ചതാ. ഒരു നിമറ്റോഡാണ് മെലോഡ്ജിൻ ഇൻകോഗ്നിറ്റ. കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ പേര് ചോദിച്ചായിരുന്നു, മെലോഡ്ജിൻ ഇൻകോഗ്നിറ്റ. ഈ നിമറ്റോഡ് എന്ന് പറഞ്ഞാൽ ഒരു പാരസൈറ്റ് ആണ് ദാറ്റ് ലിവ് ഇൻ ദ ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയിൽ കാണപ്പെടുന്ന പാരസൈറ്റുകളെയാണ് നിമറ്റോഡ് എന്ന് പറയുന്നത്. അവരെല്ലാം നിമറ്റോഡ് ഗ്രൂപ്പിൽ വരുന്നവരാ.
അന്നേരം ഒരു പ്രധാനപ്പെട്ട നിമറ്റോഡാണ് മെലോഡ്ജിൻ ഇൻകോഗ്നിറ്റ. ഇതുണ്ടാക്കുന്ന ഒരു രോഗമാണ് റൂട്ട് നോട്ട് ഡിസീസ് ഇൻ ടൊബാക്കോ പ്ലാന്റ്. എന്ന് വെച്ചാല് ഈ ടൊബാക്കോ പ്ലാന്റിന്റെ വേര് അഴുകിപ്പോന്നു. ഈ പാരസൈറ്റ് ഈ ടൊബാക്കോ പ്ലാന്റിന്റെ വേരിനകത്ത് അറ്റാക്ക് ചെയ്യുകയും അതിന്റെ വേര് ഡീക്കെ ആയിട്ട് മാറുകയും അങ്ങനെ വലിയൊരു നഷ്ടം തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒരു സമയത്ത് എല്ലാ ടൊബാക്കോ പ്ലാന്റ് നശിച്ചു പോവുകയും ഡ്രാസ്റ്റിക് ലോസ് ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ 2001 മസ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു ടെക്നിക്ക്, ഒരു ഫിനോമിനോൺ കൊണ്ടുവന്നു. അതിന്റെ പേരാണ് RNAi അഥവാ ഫുൾ നെയിം RNA ഇന്റർഫെറൻസ്. Nematodes are parasites living in the living body. Then the example for a nematode is Melogein incognita. It causes a disease called root knot disease in tobacco plant. As a result, a drastically loss will take place in tobacco plant. For to recover from this disease, in 2001, Muskie suggested a phenomenon called RNA interference or RNAi. This phenomenon states this is based that it is inhibiting the capacity of a gene to produce sense RNA and anti-sense RNA. അതായത് ഒരു ജീനിന്റെ കപ്പാസിറ്റിയെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് അതിനെ കൊണ്ട് സെൻസ് RNA ആന്റി സെൻസ് RNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ RNA ഇന്റർഫെറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ RNA ഇന്റർഫെറൻസ് എന്ന് പറയുന്നത് സെല്ലുലാർ ഡിഫൻസിനെ ബേസ് ചെയ്താണ്. RNA ഇന്റർഫെറൻസ് ഉപയോഗിക്കുന്നത്. അങ്ങനെ RNA ഇന്റർഫെറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫിനോമിനോൺ ഓഫ് ഇൻഹിബിറ്റിംഗ് ദ ആക്ടിവിറ്റി ഓഫ് എ ജീൻ ത്രൂ ദ പ്രൊഡക്ഷൻ ഓഫ് സെൻസ് RNA ആൻഡ് ആന്റി സെൻസ് RNA. അതായത് സെൻസ് RNAയും ആന്റി സെൻസ് RNAയും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു ജീനിന്റെ കഴിവ് ഇൻഹിബിറ്റ് ചെയ്യുന്നു, അതിനെ നിശബ്ദനാക്കി മാറ്റുന്നു. അതിനെ പറയുന്ന പേരാണ് RNA ഇന്റർഫെറൻസ് അഥവാ RNAi. ഇറ്റ് ഈസ് ദ ഫിനോമിനോൺ ഓഫ് ഇൻഹിബിറ്റിംഗ് ദ capacity activity of a gene by producing sense RNA and antisense RNA. സെൻസ് RNAയും ആന്റിസെൻസ് RNAയും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു ജീനിന്റെ കഴിവ് നഷ്ടപ്പെടുത്തുക, ഇൻഹിബിറ്റ് ചെയ്യുന്ന ഫിനോമിനോണിനെ പറയുന്ന പേരാണ് RNAi അഥവാ RNA ഇന്റർഫെറൻസ്. ഇത് സെല്ലുലാർ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു മെക്കാനിസത്തിനെ ബേസ് ചെയ്താണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നിമറ്റോഡിന്റെ ബോഡിയിൽ നിന്ന് തന്നെ ഒരു ജീൻ എടുത്ത് ഹോസ്റ്റ് പ്ലാന്റിന് കൊടുക്കുന്നു. ഇവിടുത്തെ ഹോസ്റ്റ് എന്ന് പറഞ്ഞ ടൊബാക്കോ. അങ്ങനെ ആ ഹോസ്റ്റ് പ്ലാന്റിന് കൊടുക്കുകയും ഹോസ്റ്റ് പ്ലാന്റിനെ കീടങ്ങൾ വന്ന് ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ആ ഹോസ്റ്റ് പ്ലാന്റിന്റെ കീടങ്ങൾ ഈ ഹോസ്റ്റ് പ്ലാന്റ് തിന്നുമ്പോൾ ഈ ഹോസ്റ്റ് പ്ലാന്റിന്റെ ബോഡിയിൽ നിന്ന് തന്നെ ഇതിന് കാരണമായ എന്ത് ചെയ്യും, ഇതിന്റെ ബോഡിയിൽ ഇപ്പൊ ആ ജീൻ ഉണ്ടല്ലോ, ആ ജീൻ ഇതിന്റെ ബോഡി മറ്റേ ഇൻസെക്റ്റിന്റെ ബോഡിയിലോട്ട് ചെല്ലുകയും അങ്ങനെ സെൻസ് RNAയും ആന്റി സെൻസ് RNAയും പ്രൊഡ്യൂസ് ചെയ്യുകയും ആ രണ്ട് RNAയും കൂടെ ചേർന്ന് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആവുകയും ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA നിമറ്റോഡിന്റെ ബോഡിയിലുള്ള mRNA നിശബ്ദനാക്കുകയും ചെയ്യുന്നു. സൈലൻസിങ് mRNA. അതിന്റെ ഫലമായിട്ട് പ്രോട്ടീൻ സിന്തസിസിലെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാതെ വരികയും പ്രോട്ടീൻ നിർമ്മിക്കാൻ പറ്റാതെ വരികയും നമ്മുടെ ഇൻസെക്ട് സെൻസ് RNA ആന്റി സെൻസ് RNA ഉണ്ടാവുന്നു. അത് രണ്ടും കൂടെ ചേർന്ന് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാവുന്നു. അങ്ങനെ ഈ നിമറ്റോഡിന്റെ mRNA സൈലൻസ് ചെയ്യപ്പെടുകയും അങ്ങനെ അതിന്റെ ഫലമായിട്ട് ട്രാൻസ്ലേഷൻ നടക്കാതെ വരികയും പ്രോട്ടീൻ സിന്തസിസ് നടക്കാതെ വരികയും നിമറ്റോഡ് ഡൈ ആയി പോവുകയും ചെയ്യുന്നു. ഇതിനെയാണ് RNAi അഥവാ RNA ഇന്റർഫെറൻസ്. ഇത്രയും വർഷവും ഉള്ള ക്വസ്റ്റ്യനകത്തും ഇത് ചോദിക്കാൻ എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം പോലും ചോദിക്കാതിരുന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചു. അന്നേരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് RNAi, പിന്നെ ഇതിന്റെ ഡെഫിനിഷൻ ഇൻഹിബിറ്റിംഗ് ദ ജീൻ through the inhibiting the activity of the gene through sense RNA and antisense RNA. Then it is based on cellular defense. Then the sense RNA and antisense RNA produces double stranded RNA.
which is silencing mRNA and translation process is prevented. As a result, protein synthesis will not take place and the nematode die. This is the RNA interference.